ഈ പ്രണയം എന്ന് ഉറപ്പിച്ച് ആളുകളിലേക്ക് പകരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇവർ തമ്മിലൊരു പ്രണയരംഗം, ഒരു പ്രണയഗാനം. തിരക്കഥയിൽ ആ സിറ്റുവേഷൻ വരുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ കല്യാണാലോചന തിലകൻ ചേട്ടൻ്റെയും ചങ്ങരാടി ചേട്ടനും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ജനലിന് അപ്പുറത്ത് അവരുടെ ജനലിൽ മറിഞ്ഞ് നിന്നിട്ട് ലാല് കേൾക്കുകയും പാർവതി അത് കടന്നു വരുമ്പം അവർ തമ്മിൽ ഹഗ് ചെയ്യും. അത് കണ്ടിട്ട് മുത്തശ്ശി കണ്ടിട്ട് ഇങ്ങോട്ട് വാടാതെ കട്ട് തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഓടിപ്പോകുന്നില്ല. ആ ഓടിപ്പോകുന്ന സീൻ കഴിഞ്ഞാലാണ് ആ പാട്ടിലേക്ക് ഔട്ട്ഡോറാണ്. അതായത് നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു വളരെ റിതമിക് ആയിട്ടുള്ളൊരു, അല്ലാണ്ട് സോക്കോൾഡ് പാരിജാതം അങ്ങനത്തെ ലവ് സോങ് അല്ല. അത് റെക്കോർഡ് ചെയ്തു, ആ സിറ്റുവേഷൻ അതാണ് കണ്ണീർ പൂവായത്. ഷൂട്ട് ചെയ്തു. പിന്നീട് സമയക്കുറവ് മൂലം അത് പാട്ട് ചിത്രീകരണം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അത് ഒഴിവാക്കി എന്നുള്ളതാണ്. ശരിക്കും ആ പാട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രണയത്തിൻ്റെയും വേർപാടിൻ്റെയും ഒക്കെ കുറച്ചും കൂടെ ആഴമുണ്ടാകും. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടുന്നുള്ള ട്യൂൺ ശരിക്കും ആദ്യം ഉണ്ടാക്കിയത് ഈ ആദ്യത്തെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ ട്യൂണിൻ്റെ ഒരു ബേസ് അങ്ങനെയാണ്, കുറച്ചുകൂടെ ഫാസ്റ്ററായി. പക്ഷെ അത് വേറൊരു മൂഡിലാണ് ഞാൻ കൺസീവ് ചെയ്തും പാടി കേൾപ്പിച്ചത്. സംഗതി കണ്ണീർ പൂവ് തന്നെ 2 നോട്ട് അതിലങ്ങ് മാറ്റിയിട്ട് അത് ചെണ്ടയുടെ ഒരു ദ്രുത താളത്തിലും ഞാൻ പറഞ്ഞു നമുക്കൊരു ഡിഫറൻസ് നോക്കാമെന്ന് വെച്ചു. തന്നാന താനിത്തനാനി താനീന തന്നാനി തദാനദാനി താനാന താന തന്നാന താന തനനീന താനി താന തന്നാന താരീ. അതിലൊരു നോട്ട് വ്യത്യാസം, തന്നാനത്തീനാന. അപ്പോൾ അങ്ങനെ ഒരു വളരെ റസ്റ്റിക് ആയിട്ടുള്ളൊരു ഫോക്കാണ്, ഒരു ഫോക്ക് പോലെയാണ് നമ്മൾ ട്യൂൺ ചെയ്തത്. അപ്പോൾ ഈ കക്ഷി ചിലപ്പോൾ നമ്മളെ കുടുക്കും. എവിടെ കുടുക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ട് പറഞ്ഞ് നിങ്ങളതൊന്ന് സ്ലോ ആയി പഠിക്കും. സ്ലോ ആയി പാടിയെന്ന് പറയുമ്പോൾ ഞാൻ കൺസീവ് ചെയ്തേക്കുന്നത് വളരെ ചെണ്ടയുടെ താളത്തിൽ വളരെ ഒച്ചപ്പാടുള്ളൊരു സോങ്ങാണ് എൻ്റെ മനസ്സിൽ. ഇത് ഞാനങ്ങനെ സ്ലോ ആയി പാടും. അപ്പോൾ ഞാൻ സ്ലോ ആയി പാടുകയെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണത് എന്താണെന്ന് പറയാം. എന്നല്ലേ ജസ്റ്റ് ഒന്ന് പാട്. ഞാൻ മനസ്സോടെ താനാ താനാനി താനീന താനി തന്നാന തന്നാരീ. ഇതാണ് നമ്മുടെ പാട്ട്. ഇത് സെക്കൻഡ് സിറ്റുവേഷനിലെ പാട്ടെന്ന് ഉറപ്പിക്കുന്നത്. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ ആസ് എ സോങ്. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ആ മേജർ നോട്ടൊക്കെ എടുത്ത് മാറ്റി അപ്പോഴും ലൈനായിട്ടില്ല. ഇപ്പം ഇതാണ് ഉദ്ദേശം എന്ന് മനസ്സിലായി. ഇപ്പം ഞാൻ റെൻഡർ ചെയ്യുന്ന മൂടൊക്കെ മാറും. താനാ താനാന താനീനി നാരി നാരീരി തനാനീനി താനി താനാന നീന തരനീന താന താരീരി നാരി തന്നാന താരീരി നാനി. അപ്പോൾ അതിൽ താനാന താനീന നാനി ആ നോട്ടങ്ങ് മാറി. താനാനി നാരീ. ഇയാൾ ഈ ട്യൂൺ ആദ്യം പാടിപ്പോകും. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു താരാട്ട് ഫീൽ ചെയ്യുക. അത് ഈ താരാട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനതൊന്ന് ഒരു വിഷാദാത്മകമായിട്ട് പാടാനായിട്ട് പറഞ്ഞത്. ഈ താരാട്ട് വളരെ പ്രധാനപ്പെട്ട ആ സിറ്റുവേഷന് ഒരു താരാട്ടിൻ്റെ മൂഡ് വളരെ പ്രധാനപ്പെട്ട. ഒരു അമ്മയുടെ താരാട്ടോ, ഒരു അച്ഛൻ്റെ താരാട്ടോ, ആ താരാട്ടിൻ്റെ മൂഡ് ത്രൂഔട്ട് ആ പാട്ടിലുണ്ട്. അതാണ് നമ്മൾ ഇത്രമാത്രം അതങ്ങനെ താരാട്ടിനല്ലെങ്കിലും എല്ലാ താരാട്ടിലും ഒരു ദുഃഖമുണ്ട്. ദുഃഖം താരാട്ടിന് ഉണ്ട് അല്ലേ? പാടുമ്പോൾ എല്ലാത്തിനും ഭയങ്കര വിഷാദം തോന്നും. നമുക്ക് വിഷാദം തോന്നും. മാത്രമല്ല ഭയങ്കര പ്രണയമുണ്ട് താരാട്ടിൽ. മിക്കവാറും നമുക്ക് മെമ്മറബിളായുള്ള പല പ്രണയഗാനങ്ങളുടെ ഉള്ളിൽ താരാട്ടിൽ ചില അംശങ്ങളുണ്ട്. എല്ലാം ഒരു നമ്മുടെ സിറ്റുവേഷൻ അത് ഫുൾനെസ് വന്നത് ലിറിക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ ഗ്രേറ്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ ലോഹി സാർ പറഞ്ഞ പോലെ ബ്ലെൻഡ് ആവുക എന്നുള്ളതാണ്. ബ്ലെൻഡ് ആവുക മാത്രമല്ല, കാരണം നമുക്ക് പറയാൻ സംഗീതത്തിൽ പറയാൻ വിഷയമുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കവിതയിലൂടെ പറയാനുള്ള വിഷയമുണ്ട്. അല്ല, കവിയും ഈ സിറ്റുവേഷൻ ആ കവിനെയും സ്വാധീനിക്കണം. അതെ അതെ, അയാളുടെ മനസ്സിലും അത് അതുകൊണ്ടാണ് അത് ചെയ്താൽ മാത്രമല്ല, പറ്റിയത്. ഈ റൈറ്റർ ഹീസ് ഓൾസോ മ്യൂസിഷ്യൻ. ഒരു ട്യൂൺ കേട്ടിട്ട്, ഇപ്പോൾ ഇയാളുടെ ട്യൂൺ കേട്ടിട്ട് കൈതപ്പുറത്തിൻ്റെ ഉള്ളിൽ സ്വാഭാവിക പ്രതികരണം, അതിനുവേണ്ടി അയാൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല, ഈ പാട്ട് കേട്ടാൽ സിബിയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം അതിൻ്റെ വിഷ്വൽ. അതിനുവേണ്ടി സിബി അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല അത് നാച്ചുറൽ. അത് തനി മനസ്സിൽ കയറുക എന്നുള്ളത് മാത്രമേ അത് അത്രേ ഉള്ളൂ. അതിൽ ആ മൊത്തം BGM കവർ ചെയ്യുന്നത് ഷോർട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ നൈറ്റിൽ നൈറ്റ് പെട്രോൾ നടക്കുന്ന തിലകൻ ചേട്ടൻ അച്ഛൻ ടോർച്ച് അടിച്ച് വരുമ്പോൾ ഈ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കിടക്കുന്ന കടത്തനെ കിടന്നുറങ്ങുന്ന അത് ഒരു ഫുൾ ഷോട്ടാണെന്ന് തോന്നുന്നു ആ BGMത്തിൻ്റെ ഒരു സെക്ഷൻ വരെ. അപ്പോൾ ഈ ലൈറ്റിലാണ് ഈ ഒരു ചെല്ലോ ഡീപ്പ് ബേസ് സൗണ്ടാണ് നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ കേൾക്കുക. അതിൻ്റെ പുറത്താണ് ഈ മകൻ്റെ കാണുന്നത്. ഇയാൾ വല്ലാത്തൊരു, എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റും, ഡെഫിനറ്റ്. അപ്പം ആ പർട്ടിക്കുലർ ഓർക്കസ്ട്ര ആ മ്യൂസിക് ബിറ്റാണ് നമ്മളെ അങ്ങനെ ഒരു ഷോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ മോഹൻലാൽ ആ കിടന്നിട്ട് ഇങ്ങനെ ചാടി എണീറ്റിട്ട് ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ കണ്ണ് കാണിക്കുന്ന ഷോട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ചേഞ്ച് ഓവർ ഈ മ്യൂസിക് ഉള്ളവരാണ് ചെയ്യുന്നത്.